ഒന്നിനും എന്റെ മുടിയൊക്കെ ചിലപ്പം കീമോ ഒക്കെ എടുക്കുമ്പം നിങ്ങൾക്ക് അറിയാലോ, എന്തെങ്കിലുമൊക്കെ മുടിയൊക്കെ കൊഴിഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങളോടത് പറയേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒന്നിനും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണു സുധീന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ രോഗി തന്നെയാണ്, രോഗിയാണെന്നുള്ളതിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന്റെ തെളിവിത എന്നൊക്കെ പറഞ്ഞ് കുറെ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ രേണു സുധി കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് അവരൊരു ധീര വനിത തന്നെയാണ്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും മണ്ടന്മാരാക്കുകയാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ എല്ലാവരും തെറി വിളിക്കുമ്പോഴേ അവര് മിണ്ടാതിരുന്നു. നിങ്ങൾ ഒരു ദിവസം ഇത് തിരിച്ചറിയും എന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള വീഡിയോയിൽ അഭിനയിച്ചത്, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവായിട്ട് പോയിട്ട് കോപ്രായങ്ങൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞേണ്ടി വന്നത്, അത് അവർക്ക് തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. അതായത് അവർക്ക് രോഗമാണ്, ഈ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ നല്ല പൈസ വേണം. അതൊക്കെ കൃത്യമായിട്ട് അറിയുന്നൊരു വ്യക്തി തന്നെയാണ് രേണു സുധി. അവരതുകൊണ്ട് തന്നെയാണ് അതുപോലെയുള്ള വീഡിയോസ് അഭിനയിക്കുമ്പോഴും നമ്മളെല്ലാവരും അവരെ പറ്റിയിട്ട് വളരെ മോശമായിട്ട്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോഴും അവർ മിണ്ടാതിരുന്നത്. ഒരു ദിവസം നിങ്ങൾ എന്നെ തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ഇപ്പോഴും നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞില്ലേ? അതായത് അവർക്ക് വേണ്ടത് പൈസ തന്നെയാണ്. ആ പൈസ എന്തിനാണ്? അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ആർക്ക് വേണ്ടിയിട്ടുമല്ല. അതായത് വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പൈസ കൊണ്ട് അവരുടെ കുടുംബം മുഴുവൻ ജീവിക്കാനോ ഇല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ട് വലിയ മണിമാളികകൾ വാങ്ങിക്കാനോ ഒന്നുമല്ല. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും അതായത് മണ്ടന്മാരാക്കി കരയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത്. ആ ഒരു വീഡിയോ വന്നതോടുകൂടിയിട്ട് നമുക്ക് മനസ്സിലായി അവർക്ക് നല്ല രോഗമുണ്ട്, നല്ല ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും അവർ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഇത്രയും രോഗവും കാര്യങ്ങളൊക്കെ വന്നിട്ടും കൂടി അവർ ചിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊരു പോരാളിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാളുടെ ആ ഒരു എന്താ പറയേണ്ടത്, പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ രേണു സുധിയുടെ കോലം വരെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയുടെ ഒരുപാട് വീഡിയോസ് കണ്ട് കളിയാക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയെ കൃത്യമായിട്ട് മുതലെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിമാകാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് രേണു സുധിയെ മുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് രേണു സുധി ഇതൊക്കെ ശരിക്ക് മനസ്സിൽ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ടാണ് ഇതൊക്കെ നേരിട്ടത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് എൻ്റെ ജീവൻ രക്ഷിക്കണം, എൻ്റെ കുഞ്ഞിന് അമ്മയെ വേണം, അതിനു വേണ്ടിയിട്ട് ഞാൻ ഏത് അറ്റം വരെയും പോകും എന്നുള്ള തരത്തിലായിരുന്നു രേണു സുധി കൃത്യമായിട്ടുള്ള പ്ലാനിങ്. അതിൽ രേണു സുധി വിജയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാറായിട്ടില്ല. വിജയിക്കണമെങ്കിൽ ഈ രോഗത്തെ തോൽപ്പിച്ചിട്ട്, അതായത് ഈ രോഗത്തെ മണ്ടനാക്കിയിട്ട് തിരിച്ചു വരണം. അതാണ് വേണ്ടത്. രോഗം പോലും പറയണം, അയ്യേ രേണു സുധി നമ്മളെ മണ്ടനാക്കിയെന്ന്. അങ്ങനെ തിരിച്ചു വന്നാൽ മാത്രമേ രേണു സുധി പൂർണ്ണമായിട്ടും ഈ ഒരു ഉദ്യമത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് വിദ്വേഷങ്ങളും വെറുപ്പും എല്ലാം മാറ്റിവെക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെച്ചതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം, രേണു സുധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതാണ് ഏറ്റവും വലിയ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇനി എന്തെങ്കിലും തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് സഹായങ്ങൾ ചെയ്യാനും തയ്യാറാകണം. അതായത് നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്നേഹിച്ചിരുന്നു, അതുപോലെ തന്നെ അവരെ വെറുത്തിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാർ സുധിയെ സ്നേഹിച്ചിരുന്നു, സുധിയെ വെറുത്തിരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഈ ഒരു ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതാണ് വേണ്ടത്. അതായത് ഇനിയിപ്പോൾ അവരുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ആയാലും നിങ്ങളെല്ലാവരും കാണുക. ഒരുപക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടന്റോ കാര്യങ്ങളോ അല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തരാൻ കഴിഞ്ഞൊന്നും വരില്ല. എന്നാലും എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ, എല്ലാവരും കണ്ട് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ചാനലോട് കൂടിയിട്ട് അവർക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനു വേണ്ടിയിട്ടെങ്കിലും ആ ഒരു സമയം നമ്മളതിന് കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞതെല്ലാം കഴിയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരുപാട് പേര്, ഞാൻ ഇന്ന് ആളെന്നൊന്നും പറയുന്നില്ല, ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ അവരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടക്കം എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ അന്താളിച്ചു പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് കോലമാണ് നടക്കുന്നത്, ഇവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടക്കുന്നത്, ഇവർക്ക് എന്തിൻ്റെ അസുഖമാണ്, അതായത് ഇവർക്ക് കഴിയാൻ വേണ്ടിയിട്ട് ഒരു 10,000-20,000 രൂപ വേണം, ഇവർക്കും മകനും കഴിയാൻ വേണ്ടിയിട്ട് ആ ഒരു പൈസ മാത്രമേ വേണ്ടൂ. ആ ഒരു സമയത്താണ് ഇവർ ഇതുപോലെയുള്ള കോലങ്ങളൊക്കെ കെട്ടി വളരെ അധികം, അതായത് ജനങ്ങളെ എല്ലാം പറയിക്കുന്ന തരത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രേണു സുധി ശരിക്കും കോലം കെട്ടിയത് അവർക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. ആ പൈസ എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ ചികിത്സക്ക് ഒരുപാട് പൈസയാകുമെന്നറിയാം. അതിനു വേണ്ടിയിട്ടല്ലേ.
കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളാരും ഇത് അറിഞ്ഞിട്ടില്ല. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിമർശിക്കുമ്പോഴേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ശരിക്കും മന്ദഹസിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പുറമേ ചിരിച്ചു കൊണ്ടിരിക്കും. എന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തീ ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെങ്കിലും ഇവരെല്ലാവരും അറിയും, അന്ന് ഇവരെല്ലാവരും കരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് രേണുസുധിക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഒരു പക്ഷേ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ധൈര്യം കിട്ടിയത്, അതായത് തനിക്ക് ചികിത്സ തുടങ്ങാം, തൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട് എന്നുള്ള ധൈര്യം കിട്ടിയത് അവർ ഇത്രയും നാൾ നേടിയെടുത്ത ആ ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, രേണുസുധി ചെയ്തതാണ് ശരി, നമ്മളെല്ലാം ചെയ്തത് തെറ്റ് തന്നെയാണ്. രേണുസുധിയാണ് ശരി എന്ന് കാലം തെളിയിച്ചു. അവർക്ക് രോഗമുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും, അവരുടെ ശരീരം വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ഡ്രാമകൾ കളിക്കാൻ കഴിയും, അതൊക്കെ അവർ കളിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ അതിന് വിപരീതമായിട്ട് അവരുടെ ആ നെഗറ്റീവുകൾ കണ്ടു, അവരെന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് കണ്ടു. പക്ഷെ ഇപ്പോഴും നമുക്കെല്ലാം മനസ്സിലായല്ലോ, അവർ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഏതായാലും രേണു പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം. കൊണ്ട് പറഞ്ഞതല്ല, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം, സ്നേഹം വേണം. സോ അതല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിച്ചു പറഞ്ഞതല്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഇനിയാണ് എനിക്ക് എന്തായാലും വീഡിയോ ചെയ്തേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ചെയ്യും. എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന് മുന്നേ ഞാൻ തോന്നുന്നത് നിങ്ങളുടെ അടുത്ത് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഒരു ചെറിയൊരു ലെങ്തി വീഡിയോ എങ്കിലും ഇട്ടിട്ടുള്ളത്, വ്ളോഗായിട്ട്. അപ്പം ഞാൻ വന്നത്, നിങ്ങൾ ഇപ്പം ഇന്നലെ തന്നെ ഒരു ചാനലിലൂടെ, മെയിൻ സ്ട്രീം ചാനലിലൂടെ എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കാണും. സോ അതിലൂടെ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് അറിയിച്ചു. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷകരോട് എൻ്റെ ചാനലിൽ കൂടെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ കൂടെ ചേച്ചിയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ വരുന്ന ചേച്ചിയാണ്. ചേച്ചി ഒരു നേഴ്സായിട്ട് ഇപ്പം തൽക്കാലത്തിന് പോകുന്നു. നേരത്തെ വേറെ ഹോസ്പിറ്റലായിരുന്നു. അപ്പം ചേച്ചിയാണ് എൻ്റെ കൂടെ അവധിയൊക്കെ എടുത്തിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരുന്നതൊക്കെ ചേച്ചിയാണ്. അപ്പം ഞങ്ങൾക്ക് നാളെ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുവാണ്. അതിന് മുന്നേ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ എൻ്റെ കുറച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ജസ്റ്റ് കാണിക്കാമെന്ന് വെച്ച്. കാരണം ഇതിൻ്റെ അടിയിലും കമൻസുകൾ വരും, അവള് കള്ള പറയുന്നതൊക്കെ. നമ്മൾ കള്ളം പറയേണ്ട കാര്യമില്ല. ഇതെന്ന് വെച്ചാലും ഹോസ്പിറ്റലിലെ സ്കാനിങ്ങിൻ്റെ ആണ്. അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഓക്കെ, സ്കാനിങ് റിപ്പോർട്ട്. അതുപോലെ എൻ്റെ എന്താ പറയാ, ഇതൊക്കെ മാമോഗ്രാം ഉണ്ട്. മാമോഗ്രാം വിത്ത് എംആർഐയുടെ റിസൾട്ടും കാര്യങ്ങളാണ്. അതുപോലെ ഇതിനകത്ത് പിന്നെ ഉള്ളത് പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടുണ്ട്. പെറ്റ് സ്കാൻ്റെ ഇതാണ്. ഇതൊക്കെ നിങ്ങളെ കാണിക്കും. പെറ്റ് സ്കാൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ക്യാൻസർ വന്ന പേഷ്യൻസിനോ ഓരോ ബന്ധുക്കൾക്കോ അറിയാം. പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ചേച്ചി നേഴ്സ് അല്ലേ, എന്താ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ചികിത്സ. അപ്പോൾ രേണുസുധിക്ക് പറയാനുള്ളത് ഇതാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ ചോദിക്കുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് മറുപടി നൽകാതിരിക്കുക, അതിന് കമൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ളത് അവർ ഈ ചാനൽ വഴി തന്നെ പറയും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പറയുന്ന പോലെ ഊഹിച്ചിട്ടോ ഇല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലും കൊണ്ടുവന്നിട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ഈ രോഗം തന്നെ പുറത്തു വിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബർമാരാണ്. യൂട്യൂബർമാർക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ശരിക്കും അങ്ങനെയൊക്കെ വിടാനുള്ള അധികാരമൊന്നും നമുക്കില്ല. മറ്റുള്ളവരുടെ രോഗമൊന്നും അങ്ങനെ പുറത്തു വിടാനുള്ള അധികാരമൊന്നുമില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോഴൊരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരാണ് ഈ രോഗം മറ്റുള്ളവർക്ക് ചോർത്തി കൊടുത്തത്, അവരുടെ ജോലി വരെ പോകും. അതാണ് മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊരാളുടെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ചോർത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും കഴിയില്ല. കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു കുറ്റം തന്നെയാണ്. പക്ഷേ അത് ഇവിടെയുള്ള ആൾക്കാർക്കും അറിയാതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും രേണുസുധിയെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ ചാനലിൽ മാത്രം പോയി കാണുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും പിരിവോ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു പിരിവോ കാര്യങ്ങളോ ഒന്നും അവർ നടത്താനോ അല്ലെങ്കിൽ നടത്താൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
ഇനിയിപ്പോഴും ചിലപ്പോൾ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ കൈനീട്ടാൻ വരും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില ഫ്രോഡുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങും. രേണു സുധിക്ക് നമുക്ക് കുറച്ച് പൈസ കൊടുക്കണം, എല്ലാവരും കൂടി എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരും. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. കാരണം എന്താ, രേണു സുധി അങ്ങനെ ഒരാളോടും പൈസ വാങ്ങിക്കുന്നില്ല. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ഒരാൾ ചിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലൊരു നൊമ്പരം ഉണ്ടാകും. നന്ദി, നമസ്കാരം.